എല്ലാവർക്കും നമസ്കാരം. എസ് വേണുഗോപാലാണ് കൂട്ടിലെ സർ. നമസ്കാരം. നമസ്കാരം. നമ്മൾ പാകിസ്ഥാനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധസന്നാഹമായ ഒരു അന്തരീക്ഷത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. പക്ഷേ പാകിസ്ഥാൻ ഇപ്പം നേരിടുന്ന ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധം ഉള്ളിൽ നിന്ന് തന്നെയാണ്, ആഭ്യന്തര കലാപങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമായുള്ളത് ബലൂച്ച് തീവ്രവാദികൾ പാകിസ്ഥാനിൻ്റെ കലാത്ത് ജില്ലയിലെ മാങ്കോച്ചർ പ്രവിശ്യ കീഴടക്കിയിരിക്കുന്നു. അവരതിനുള്ളിൽ തന്നെ തങ്ങൾക്ക് സ്വതന്ത്ര രാഷ്ട്രം വേണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വരുന്നു. പല ഘട്ടങ്ങളിലും ഈ ബലൂചിസ്ഥാൻ വാദികളൊക്കെ വരുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്, അത് ഇന്ത്യ സ്പോൺസേർഡാണ് ഈ ബലൂച്ച് തീവ്രവാദം എന്ന് പറയുന്നുണ്ട്. ഇതിൽ വസ്തുതയുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് ആദ്യമായൊന്നുമല്ല. അവർ കഴിഞ്ഞ ദിവസമാണ് ട്രെയിൻ അറ്റാക്ക് ചെയ്തതും ഒരുപാട് പേരെ കീഴടക്കി വെച്ചുകൊണ്ടിരുന്നതും ബന്ദികളാക്കി വെച്ചുകൊണ്ടിരുന്നതും സ്വതന്ത്ര രാഷ്ട്രം ആവശ്യപ്പെടുന്നതും ചൈന ഇൻവേഷനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുന്നതുമൊക്കെ. അപ്പം ഇപ്പോൾ ഉള്ള ഈ ഒരു അവസ്ഥയെ എങ്ങനെ പാകിസ്ഥാൻ പ്രതിരോധിക്കും എന്നതാണ് അടുത്ത ചോദ്യം. അത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി, പാകിസ്ഥാൻ പല കഷണങ്ങളായി മുറിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അതിനും കൂടെ ഈ വാർ അല്ലെങ്കിൽ വാർ മോങ്കറിങ് അവർക്ക് കാരണമാക്കുമെന്ന് നമ്മൾ പറയുകയുണ്ടായി. അത് ഏകദേശം ഫലിച്ചു വരികയാണെന്നുള്ളതാണ്. ഈ മങ്കോച്ചറിൽ ബലൂചിസ്ഥാൻ വിമോചന പോരാളികൾ ഇപ്പോൾ സൈനിക കേന്ദ്രങ്ങൾ പിടിച്ചടക്കുന്നു. പോലീസ് ആയുധധാരികൾ, പിന്നെ ഓഫീസ് കേന്ദ്രങ്ങൾ, സർക്കാർ ഓഫീസുകൾ പിടിച്ചടക്കുന്നു എന്നുള്ള വാർത്തയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഇന്ത്യ വളരെ തന്ത്രപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക നീക്കത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടെയാണ്. കാരണം പൊട്ടാനിരിക്കുന്ന ഒരു ഗോളമാണ് ബലൂചിസ്ഥാൻ എന്നുള്ളത് ഇന്ത്യൻ ആർമിക്കും ഇന്ത്യ ഗവൺമെൻറ്റിനും അറിയാം. അവിടെ പാകിസ്ഥാൻ അതിശക്തമായി ആർമിയെ കൊണ്ട് പിടിച്ചു കെട്ടി നിർത്തിയിരിക്കുകയാണ് അതിൻ്റെ ആ ബന്ധം. അപ്പോൾ ഇന്ത്യൻ ബോർഡറിലും നമ്മുടെ സമുദ്രത്തിലും നമ്മൾ അതിഭയങ്കരമായ യുദ്ധസന്നാഹങ്ങൾ നടത്തിയപ്പോൾ അവിടെയുള്ള ആർമിയെ പോലും ഇപ്പോൾ അവർ ബോർഡറിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു. നമ്മൾ POK പിടിച്ചടക്കുമെന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ അവർ ആർമിയെ വിന്യസിച്ചിരിക്കുന്നത്. ആ ബോർഡറിൽ മുഴുവൻ അവരുടെ ആർമിയെ വിന്യസിച്ചിരിക്കുകയാണ്. അപ്പോൾ നാച്ചുറലി ഇത് പ്രതീക്ഷിച്ച സാധനം തന്നെയാണ്. ബലൂചിസ്ഥാനിൽ അവർക്ക് ഫ്രീ ഹാൻഡ് കിട്ടിയിരിക്കുന്നു. ആ ഫ്രീ ഹാൻഡാണ് ഇപ്പോൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു, ഇത് ഇന്ത്യ ആണോ എന്ന് പറഞ്ഞാൽ അത് ഈ പടക്കക്കടയ്ക്ക് കൂടെ ബീഡി വലിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞ പോലെയേ ഉള്ളൂ. അതൊരു പടക്കക്കടയാണ്. കാരണം സാംസ്കാരികമായും മറ്റ് പരമ്പരാഗതമായും ബലൂച്ചികൾ അവരുടെ ഒരു പ്രത്യേക ഐഡൻറ്റിറ്റി നിലനിർത്താൻ വേണ്ടിയുള്ള പ്രക്ഷോഭം അല്ലെങ്കിൽ ആ മുറവിളി തുടങ്ങിയിട്ട് നാളേറെയായി. അപ്പോൾ അതിൻ്റെ കൂടെ ഇന്ത്യയുടെ ഒരു സ്പാർക്ക് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പാകിസ്ഥാനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യയെ 1000 മുറിവേൽപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ പാകിസ്ഥാനെ ഒരു 3 കഷ്ണമാക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു അജണ്ടയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. 1000 കട്ട്സിന് വേണ്ടി അവർ നിൽക്കുമ്പോൾ ഒരു 3 പീസസ് ആക്കുക എന്നുള്ളത് മറ്റൊരു സ്ട്രാറ്റജി ആയിട്ടും ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. അത് ഈ സാഹചര്യത്തിൽ അവർക്ക് അത് ദോഷം ചെയ്യും. ഈ യുദ്ധത്തിൻ്റെ നമ്മൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തൊരു സംഗതിയാണ്. ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഗ്ലാസ് ബോൾ ഒരു തട്ട് കൊടുത്താൽ പല കഷണങ്ങളായി വീഴാമെന്ന് ഞാൻ മുമ്പ് പറയുകയുണ്ടായി. അതിൻ്റെ ഒരു തുടക്കമാണിത്. പാകിസ്ഥാന് വളരെയധികം ഇൻറ്റേർണൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സന്ദർഭമാണ്. ബലൂച്ച് ചിലപ്പോൾ ഈ നീക്കം അവിടെ ശക്തമായി ബലൂചിസ്ഥാനികളുടെ കൊടി ഉയർത്തിയാൽ അത്ഭുതപ്പെടേണ്ട. ഇപ്പം ഈ ആഭ്യന്തരമായ കലാപങ്ങൾ ഉണ്ടാകുന്നു. പാകിസ്ഥാൻ അങ്ങനെ അതൊരു സൈനിക ഭരണ പ്രദേശമാണെങ്കിൽ പോലും ഇന്ത്യയെ പോലൊരു വലിയ രാഷ്ട്രത്തെ സന്നാഹങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷിയൊന്നുമില്ല. ഇൻ കേസ് ഇന്ത്യ ഒരു യുദ്ധസന്നാഹമാവുകയാണെങ്കിൽ പാകിസ്ഥാൻ പൂർണ്ണമായ അർത്ഥത്തിൽ കീഴടങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ? ഇല്ല. രണ്ടാമത്തെ ഘട്ടത്തിൽ ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത് പോലെ സാമ്പത്തികമായും എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളായി പോയാൽ തന്നെ അതെന്തായാലും അവർക്ക് തടുത്തു നിർത്താൻ സാധിക്കില്ല. ഇതിനെയൊക്കെ പാകിസ്ഥാൻ അതിജീവിക്കുമോ? ഇന്ത്യക്ക് പൂർണ്ണമായൊരു അധികാരം, പാക് ഒക്കുപൈഡ് കശ്മീരൊക്കെ ഇന്ത്യക്ക് തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെയുള്ള കുറച്ച് ആശങ്കകൾ കൂടിയുണ്ട്. ഇന്ത്യക്ക് എനിക്ക് തോന്നുന്നത് ഇന്ത്യ പാകിസ്ഥാനെ പിടിച്ചടക്കുക എന്നുള്ള ലക്ഷ്യമേ വെച്ചിട്ടില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ബോർഡറുകൾ സുരക്ഷിതമാകുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ POK നമുക്ക് ലോങ് ടൈമിലുള്ള നമ്മുടെ ഒരു അവകാശമാണ്. ആ അവകാശം വിട്ട് കളയില്ല. മനസ്സിലായില്ലേ? ഒരാളിപ്പോൾ നമ്മുടെ ഭൂമി അപ്പുറത്ത് അതിര് കെട്ടി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ എടുത്തോ എന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ അത് അവൻ്റേതായി. അപ്പം നമ്മൾ ഒരിക്കലും അത് പറയില്ല. നമ്മുടേതാണ്,
എന്ന് പറഞ്ഞ് തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. പക്ഷേ നമുക്കിപ്പം അത് പിടിച്ചടക്കുന്നതിനേക്കാൾ പ്രധാനം ആ ബോർഡറിൽ കുറേ ഒരു ബഫർ സോൺ നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ഇൻഫിൽട്രേഷൻ നമ്മുടെ ബോർഡറിൽ നിന്ന് മാറി കുറച്ചുകൂടെ അപ്പുറത്താകേണ്ട ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വരുമ്പോൾ വേറെ ചില മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷേ പാകിസ്ഥാനെ കീഴടക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ല. പാകിസ്ഥാനെ 2-3 കഷ്ണങ്ങളായി തിരിച്ചുകൊണ്ട് അവിടെ ഒരു ജനാധിപത്യ സംവിധാനം വരുന്നതിനോട് ഇന്ത്യ സർക്കാർ യോജിക്കും. അവർക്ക് വേണ്ട പ്രൊട്ടക്ഷനും ചിലപ്പോൾ കൊടുത്തു എന്ന് വരാം. അത് അവിടുത്തെ വിമോചന പോരാളികളും ആഗ്രഹിക്കുന്നുണ്ട്. പാകിസ്ഥാൻ പട്ടാള ഭരണത്തിൽ ഒരു രാജ്യവും പട്ടാള ഭരണത്തിൽ മുന്നോട്ട് പോവില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം 30 minutes ബിഹൈൻഡ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മുടെ അഷ്റഫുദ്ദീൻ ഒവൈസി തന്നെ പറഞ്ഞ് ദേ ആർ 30 years ബിഹൈൻഡ് എന്നാണ്. ഇന്ത്യയുമായി കമ്പയർ ചെയ്യുമ്പോൾ അവർ 30 വർഷം പിന്നിലായി പോയി കഴിഞ്ഞിരിക്കുന്നു യഥാർത്ഥത്തിൽ എല്ലാ ആംഗിളിലും. ലൈഫിൻ്റെ കാര്യത്തിലായാലും ആർമിയുടെ കാര്യത്തിലായാലും ഓഫീസിൻ്റെ കാര്യത്തിലായിരിക്കും ഇൻഡസ്ട്രിയുടെ കാര്യത്തിലായിരിക്കും സാമ്പത്തിക ചുറ്റുപാടിലായാലും കാർഷികമായിട്ട് എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാൻ 30 years ബിഹൈൻഡ് ആയിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ജനാധിപത്യ ഭരണമല്ല. അവിടെ ഭരിക്കുന്ന ആർമിയുടെ ഉദ്യോഗസ്ഥന്മാർ അതൊരു കൊള്ള സംഘത്തിൻ്റെ ഒരു ലക്ഷ്യം പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർ ഇരിക്കുക, അവിടെ ഇരിക്കുമ്പോൾ വലിയ ബിസിനസ്സുകൾ ചെയ്യുക, ഈ പണം മുഴുവൻ കൊണ്ട് വിദേശത്ത് നിക്ഷേപിക്കുക. ഒരു സുപ്രഭാതത്തിൽ എനിക്ക് ഈ നാട് വിട്ടുപോയി വിദേശത്ത് ജീവിക്കണം, അതിന് എൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും ലൈഫ് സുരക്ഷിതമാക്കുന്നതിന് അവിടെ ഡെപ്പോസിറ്റ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് പാകിസ്ഥാനിലെ ആർമിയുടെ ടോപ്പ് ഒഫീഷ്യൽസിൻ്റെ ഒരു ചിന്ത. അതുകൊണ്ടിപ്പം മിഡിൽ ലെവൽ ഓഫീസേഴ്സും ലോ ലെവൽ സോൾജിയേഴ്സും പാകിസ്ഥാനെതിരാണ്. ഇതൊക്കെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ത്യയുമായിട്ടൊരു വാറ് വേണ്ടി അവർ മുറവിളി കൂട്ടുന്നത്. അത് വെച്ചെങ്കിലും ഈ ജനതയും പട്ടാളവും ഒന്നിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. മുനീറിൻ്റെ കണക്കുകൂട്ടൽ അതാണ് പാക് ജനറലിൻ്റെ. അത് പൊളിഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്. കാരണം ഇവർ സമയമാകുമ്പോൾ ഓടിപ്പോയില്ലേ. ഇവരിഷ്ടം പോലെ എല്ലാ പാകിസ്ഥാൻ ആർമിയുടെ ആർമിയുടെ ടോപ്പ് ഒഫീഷ്യൽസും ചെയ്യുന്നത് എന്താണ്? പാകിസ്ഥാനെ കൊള്ളയടിക്കുകയാണ്. അവിടെ പാകിസ്ഥാൻ്റെ ആർമി ചീഫായി ഇരുന്നുകൊണ്ട് അവിടെ ബിസിനസ് നടത്തുക, ആർമിയിലെ ടോപ്പ് ഒഫീഷ്യലായിരുന്നുകൊണ്ട് അവിടെ ബിസിനസ് നടത്തുക. ഇതൊന്നും ഇന്ത്യയിലൊന്നും വേറെ ഒരു രാജ്യത്തും എനിക്ക് അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ ചിലർ പാരലൽ ബിസിനസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ആർമി ഓഫീസർ അല്ലെ ആർമിയിലെ സോൾജിയർ പോലും ഒരു പാരലൽ ബിസിനസ് ചെയ്യാൻ ആരും സമ്മതിക്കില്ല. അവിടെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ലക്ഷ്യമാക്കുന്നത് പാകിസ്ഥാൻ്റെ തകർച്ചയാണ്. ഇത് എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ദിവസം ഇവരെല്ലാം പറന്നുപോകും. സമ്പന്നരായുള്ള മുഴുവൻ അമേരിക്കയിലും UAE ഒക്കെ ആയിട്ട് പറന്നുപോയി അവിടെ ഇപ്പോൾ ഇവിടുന്ന് കൊള്ളയടിച്ച് കൊണ്ടുപോയിരിക്കുന്ന പാവങ്ങളുടെ ധനം ഉപയോഗിച്ച് അവരും കുടുംബവും ജീവിക്കും. പാവങ്ങൾ ഇവിടെ കിടന്ന് വെള്ളം കുടിക്കും. അതിൽ നിന്നൊരു മോചനത്തിനാണ് ബലൂചിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 2-3 കഷ്ണമായി പാകിസ്ഥാൻ ഇന്നല്ലെങ്കിൽ നാളെ മാറും. മാറിയില്ലെങ്കിൽ പാകിസ്ഥാന് ഗതിയുമില്ല. പാകിസ്ഥാൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് ആർമിയുടെ കീഴിൽ തന്നെ ആയിരിക്കും നിൽക്കുക. അവിടെ ഒരു ജനാധിപത്യത്തിനുള്ള സ്കോപ്പില്ല. പക്ഷേ ഒരു ഐക്യമുള്ള ഒരു ഗ്രൂപ്പ് വിഘടിച്ച് നിന്നാൽ അവർക്ക് ചില ചെറിയ ചെറിയ രാഷ്ട്രങ്ങൾ ഉണ്ടാകാം. ചെറിയ രാഷ്ട്രങ്ങൾക്ക് ഇന്ന് നിലനിൽക്കാം. തീർച്ചയായിട്ടും അതിനൊന്നും ഒരു തടസ്സമില്ല. കൊച്ചു രാജ്യങ്ങൾക്ക് പോലും നിലനിൽക്കാം. മാലദ്വീപ്സിന് നിലനിൽക്കാമെങ്കിൽ പാകിസ്ഥാനിലെ അതിനേക്കാൾ വലിയൊരു പീസിന് നിലനിൽക്കാൻ ബലൂചിസ്ഥാൻ നിലനിൽക്കാനൊന്നും ഒരു പ്രശ്നവുമില്ല. ലോകത്തെ പലരും സപ്പോർട്ട് ചെയ്യും. പല വിധത്തിൽ അവർക്ക് നിലനിൽക്കാം. ആ ഒരു മുന്നേറ്റം ചിലപ്പോൾ ഈ വാറിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാകുന്ന ജനാധിപത്യ സർക്കാരുകൾ വരികയാണെങ്കിൽ അത് ഇന്ത്യയുടെ അതിർത്തിക്കും ഇന്ത്യയുടെ സമാധാനത്തിനും ഗുണകരമാകുമെന്ന് ഇന്ത്യ ഗവൺമെൻറ് കരുതുന്നുണ്ട് എന്നാണ് ഞാനും ഉറച്ചു വിശ്വസിക്കുന്നത്. വളരെ വ്യക്തമാണ്. എന്തായാലും പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിന്നും ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചൊരു പുതിയ സംഗതിയല്ല. പക്ഷേ ബലൂജികൾക്ക് ഈ സമയം ഉപയോഗിച്ചില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിപത്ത് നേരിടാൻ അവർക്കുള്ള ശേഷി ഇല്ല. അതുകൊണ്ട് തന്നെയാണ് എന്തായാലും പാകിസ്ഥാൻ ഇതൊക്കെ എങ്ങനെ സഹിക്കും, അതിജീവിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ഇവരെങ്ങനെ സർവൈവ് ചെയ്യുമെന്ന കാര്യത്തിൽ അവർക്ക് തന്നെ ഉറപ്പില്ലാത്തിടത്തോളം ലോകത്തിന് വലിയ ഉറപ്പും ഉണ്ടാവുന്നില്ല. എന്തായാലും ഇന്ത്യ രണ്ടും കൽപ്പിച്ചാണ്. പാകിസ്ഥാൻ പല കഷ്ണങ്ങളായി മുറിയുമെന്ന കാര്യത്തിൽ MS വേണുഗോപാലിന് എന്തായാലും സംശയമില്ല. ഒരുപാട് നന്ദി, നമസ്കാരം. താങ്ക് യു സർ.